സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ടയിൽ റെഡ് അലർട്ടാണ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. വിവരങ്ങൾ മാനസ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് മാനസ, ഇപ്പോഴും ശക്തമായ മഴ തന്നെയാണോ എല്ലാ ജില്ലകളിലും? അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ജാഗ്രതാ നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും ബിനു സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇപ്പോൾ പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് സംസ്ഥാനത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയത്. മെയ് 22 വരെയാണ് അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര നിരീക്ഷണ കാലാവസ്ഥാ കേന്ദ്രം നൽകിയത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും പറയുന്നത്. ഒപ്പം ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലർട്ട് നിലനിൽക്കുകയാണ്. അല്പസമയം മുൻപാണ് പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിതീവ്ര മഴ തുടരുന്ന പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് തന്നെ ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒപ്പം 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. മറ്റ് ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഇന്ന് അതീവ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും മലയോര മേഖലയിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാറി താമസിക്കേണ്ട സാഹചര്യം വന്നാൽ നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ പെട്ടെന്ന് തന്നെ മഴ കയറുന്ന അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത് ഉണ്ടാകുന്ന ഇടങ്ങളിൽ നിന്നും ജനങ്ങൾ മാറി താമസിക്കേണ്ട സാഹചര്യം വന്നാൽ പെട്ടെന്ന് തന്നെ മാറി താമസിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെ നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് വരുന്ന മണിക്കൂറുകളിലും ഇത്തരത്തിൽ അതിശക്തമായ മഴ തന്നെയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. രാത്രിയാണ്. പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായാൽ മാറി താമസിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ നാളെയും മറ്റന്നാളുമായി 3 ജില്ലകൾ വീതം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. ഒപ്പം മറ്റന്നാളും ഇതേ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ മെയ് 22 വരെ മഴ മുന്നറിയിപ്പുള്ളതിനാൽ ജനങ്ങൾ സഞ്ചാര മേഖലകൾ ഉൾപ്പെടെയുള്ളവ യാത്ര നടത്തുന്നത് നിർത്തണം എന്ന നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്ര നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തീരദേശ മേഖലകളിലും ജാഗ്രത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുത് എന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മെയ് 21 വരെ തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. അതിതീവ്ര മഴ തന്നെയാണ് സംസ്ഥാനത്ത് മെയ് 22 വരെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മെയ് 19 മഴ കനക്കുമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ആ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. മൺസൂൺ എത്താനുള്ള സാഹചര്യം തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. മെയ് അവസാനത്തോടെ കാലവർഷം ഉണ്ടാകുമെന്ന നിരീക്ഷണത്തിൽ തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉള്ളത്. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ടയിൽ റെഡ് അലർട്ടാണ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. വിവരങ്ങളാണ് മാനസ നൽകിയത്.